ഹായ്. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പുതിയൊരു ആപ്പുമായിട്ട് വരുന്നുണ്ട്. പുതിയൊരു ആപ്പുമായിട്ട് പൊളപ്പൻ ആപ്പാണ്. ആ ആപ്പിൻ്റെ പേരാണ് ഓം റെയിൽ സൂപ്പർ ആപ്പ്. എന്താ ചിരിക്കുന്നത്? എടാ ഓം റെയിലല്ലടാ, ജയശ്രീറാം ആപ്പ്. എടാ പൊട്ട, സ്വാറയിൽ സൂപ്പർ ആപ്പ്. ശരിയാ, സോറി, ഓം റെയിലല്ല, സ്വാ റെയിൽ സൂപ്പർ ആപ്പ്. ഇങ്ങനെ ചിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രിസ്സാണ്. ക്രിസ് എന്ന് വെച്ചാൽ സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ആപ്പ് ആക്ട് ചെയ്യുന്നത് വൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ടാണ്. പൊടിയിട്ടിയ എന്തേ മനസ്സിലായ? വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റെയിൽവേക്ക് ഇപ്പം തന്നെ കുറേ ആപ്പുകളുണ്ട്, നിങ്ങൾക്കറിയാലോ, കുറേ ആപ്പുകൾ റെയിൽവേക്ക് ഉണ്ട്. ഈ ആപ്പുകളെല്ലാം ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതാണ് ഈ ആപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് അവരുദ്ദേശിക്കുന്നത്. അഥവാ അവരുടെ എല്ലാ ആപ്പുകളും ഒരു ആപ്പിലേക്ക് ചുരുങ്ങാൻ പോകുന്നു. അതെ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സിംഗിൾ പ്ലാറ്റ്ഫോമായിട്ട് മാറാൻ പോകുന്നു. അതെ, ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പം നേരമ്പോഴേക്ക് ഇത്രയും കാലം ഒരിക്കൽ ബോധം ഉണ്ടായിട്ടില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനും പ്ലാറ്റ്ഫോം ബുക്ക് ചെയ്യാനും PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും ഫുഡ് ഓർഡർ ചെയ്യാനും അതേപോലെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനും റെയിൽ മാഡ്രിഡ് എടുക്കാനും. റെയിൽ മാഡ്രിഡ് അല്ലടാ, മാഞ്ചസ്റ്റർ സിറ്റി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടക്കി സംസാരിക്കരുത്. എടാ റെയിൽ മാഡ്രിഡ് അല്ലാണ്ട് റെയിൽ മാഡ്രിഡ് അല്ല. എനിക്കറിയാം. അതാ ഇപ്പൊ കേട്ടെ. സോറി, റെയിൽ മാഡ്രിഡ് അല്ല, റെയിൽ മാഡഡ്. ഓക്കെ, അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പോർട്ടലാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ റെയിൽവേ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ മൂവ്മെൻറ്റും സ്കെഡ്യൂൾ അറിയാനും പല ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കടന്നുവരവോടുകൂടി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നെ എല്ലാം ചെയ്യാം. നല്ലതല്ലേ? പിന്നെ ഇതിൻ്റെ ഫീച്ചറാണ് സിംഗിൾ സൈൻ ഓൺ ഫങ്ഷനാലിറ്റി. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. സിംഗിൾ സൈൻ ഓൺ ഫങ്ഷനാലിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ക്രെഡൻഷ്യൽ മതി. ഒരു ക്രെഡൻഷ്യൽ വെച്ച് നമുക്ക് ബാക്കിയുള്ള ആപ്പുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അഥവാ ഇന്ത്യൻ റെയിൽവേയുടെ ബാക്കിയുള്ള ആപ്പുകളൊക്കെ ഈ ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ IRTC. IRTC അല്ല, KSRTC. എന്താടാ? IRCTC. ശരിയാ.